ഇത് എന്തൊരു ഉറക്ക. എണീക്ക് സജീവ. ഇന്ന് ഓട്ടം പോണ്ടേ മോനെ? എന്താ ഇന്ന് ഞായറാഴ്ച കുട്ടികളെ സ്കൂളിൽ വിടണ്ട. അപ്പൊ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും മാത്രം സജീവന്റെ പണി? വേഗം എണീക്ക്, അല്ല ഞാൻ തലയിൽ വെള്ളം കോരി വയ്ക്കും. എണീക്ക്. പോയി പല്ല് തേച്ച് കുളിച്ച് ഓട്ടം പോകാൻ നോക്ക്. ഞായറാഴ്ച നല്ല ഓട്ടം കിട്ടുന്ന ദിവസം, ആളുകളൊക്കെ കുടുംബത്തോടെ പുറത്തു പോകുന്ന ദിവസം. ഞാനിന്ന് എവിടെയും പോകുന്നില്ല. അമ്മ പറഞ്ഞത് 100% ശരിയാ. കുഴി മടിയാണ്. എന്താപ്പാ നാക്ക് ഓട്ടൊന്നും വേണ്ടേ? ഇങ്ങനെ പോയാ നമ്മുടെ ഗതി എന്താവും? രാജ്യത്ത് തേനും പാലും ഒഴുക്കുന്ന കേന്ദ്രം പറയണത്. പക്കെങ്കില് നമ്മുടെ മാഹിയിൽ ഒഴുകണത് വിസ്കിയും ബ്രാൻഡിയാ. വിലക്കുറവ് കാരണം കേരളത്തിൽ നിന്ന് ഈട അടിച്ച് പൂസാൻ ആളുകൾ വരണം. എന്റെ അഭിപ്രായത്തിൽ മാഹിയെ രക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ, കേരളത്തിൽ ലയിക്കണം. നിന്റെ പൂതി മത്സരിക്കട്ടെ, പഠിച്ചൊന്നും ഇരിച്ചാലും മാഹി കേരളത്തിൽ ലയിക്കില്ല. അത് നടക്കില്ല. നമ്മളെ സജീവനെത്തിയല്ലോ. നീ തലപ്പുറയിലെ സജീവൻ പെണ്ണ് കെട്ടി കണ്ടാപുരം അവിടെ പോലത്തെ പെണ്ണ്. നീ തലപ്പുറയല്ലേ മോനെ കണ്ട അങ്ങനെ കഴിഞ്ഞ ശേഷം ഇവന് തിന്നലും കുട്ടിലൊന്നുമില്ല തോന്നുന്നു. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തോ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇത് ആ റെസ്റ്റ് അല്ല, ഇത് സ്ഥിരമുള്ള റെസ്റ്റാ. റെസ്റ്റ് എടുക്കട്ടെ. സ്റ്റോപ്പ്. എനിക്ക് അത്യാവശ്യമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്താം. വേഗം പോട്ടെ. അതേ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ പിടിക്കാനാ മംഗലാപുരത്തേക്ക് പോയേ. അല്ല, ഫാസ്റ്റായിട്ട് പോയാലേ എത്തൂ. പൈസ എത്ര വേണമെങ്കിലും തരാം. ഞാൻ എത്തിക്കാം. അല്ല മാഷേ, ഒന്ന് വേഗം വിട്. ആടെ എന്താ പാട്ട് കേൾക്കുന്നത്? അതോ, അത് പിന്നെ പാട്ടുപുരക്കാരുടെ ഗാനമേളയാ. പാട്ടുപുരക്കാരാ? എന്റെ ട്രെയിന് പോകുന്നു. പണ്ട് നിർത്തല്ലേ, ട്രെയിനിന് പോകാനുള്ളതാണ്. ചേട്ടന് ട്രെയിൻ പിടിച്ചാ പോരെ? വട്ടപ്പനയിൽ ഒല വെട്ടി പെണ്ണെ വെള്ളിത്തടം പോലെ മളം കെട്ടി കത്തക്കിളി പെണ്ണേതായി പെണ്ണെ നിന്റെ കയ്യിലുള്ള ചെക്കന്റെ കൈ വിടാതെ വട്ടപ്പനയിൽ ഒല വെട്ടി പെണ്ണെ വെള്ളിത്തടം പോലെ മളം കെട്ടി കത്തക്കിളി പെണ്ണേതായി പെണ്ണെ നിന്റെ കയ്യിലുള്ള ചെക്കന്റെ കൈ വിടാതെ ചായ. പിന്നെ ഞാൻ പേടിച്ചു പോയി 4 ദിവസം വൈകിയപ്പോ. ഇന്നതായി, ആശ്വാസായി. കൊള്ള പണി പറ്റിച്ചെന്നാ കരുതിയ. അതിന് നമുക്ക് മറ്റേതുണ്ടായിരുന്നല്ല. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം. അതെ, പുറത്തു പോയി വരുമ്പോ എനിക്കൊരു പാക്കറ്റ് പാഡും അടിച്ചോണ്ടായിരുന്നു. പാഡാ? അതെ, പാഡ്.
ഞാനാ? ഇതെല്ലാം ഭർത്താക്കന്മാര് പണിയാ. വേഗം എണീച്ച് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. എന്റെ സജീവൻ ഇത് എന്ത് ചെയ്യാ? ഓനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൽസി മോൾ ഇന്ന് ലേറ്റ് ആവും. സജീവനത ഇപ്പൊ എത്തും ടീച്ചർ. കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൻ ഇനിയും കുളിച്ചില്ലേ? ദേ രാധിക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ടീച്ചർ ഒരിക്കൽ കൂടെ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കൂല. മറ്റു കുട്ടികളുടെ അമ്മമാരും പറയുന്നുണ്ട് വേറെ ഓട്ടോ നോക്കാൻ. ഇനി ഒരിക്കലും സജീവൻ ലേറ്റ് ആവില്ല ടീച്ചർ. ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിന്നാ മതിയാ? സ്കൂളിൽ പോണ്ടേ? വാ, കേറ്. ശരിയാ? ആ. കേട്ടോ? വാ, 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 വാ. ഇറങ്ങ്. നോക്കിട്ട് ആ, ബൈ. വാ, എല്ലാരും വാ. ഓക്കെ, ബൈ ബൈ. സജീവാ, സജീവാ, ഇങ്ങോട്ട് വാ. എനക്കെന്നോട് 2 വർത്താനം പറയാനുണ്ട്. എവിടെയാണല്ലോ നീ? ഏയ്, നിങ്ങൾ ആരാ? എന്താ വേണ്ട? ഞാനാരാന്നാ? നീ ആടുന്നപ്പോ കിഞ്ഞ് വന്നിന്. എന്നെ അറിയാത്ത ഒരാൾ ഈ മാഹിയിലില്ല. ഞാനറിയാണ്ട് ഇവിടെ ഒരു മംഗലവും നടക്കൂല. പൊന്ന് മേടിക്കണമെങ്കിലും വീട് പണിയണമെങ്കിലും ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിലും എൻ്റെ പൈസ തന്നെ വേണം. നിങ്ങൾ ആരാന്ന് പറ മൂപ്പരെ. കിട്ടേ, ബ്ലേഡ് കിട്ടേ. ഇനി പിന്നെ വന്നോ? അമ്മ, ഈ ബോറിന് ആരാ? ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. അങ്ങനെ അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ വന്നല്ല മോളെ ഞാൻ. വായിലൊരു മോൻ നാക്കുള്ള ഈ പെണ്ണേതാണ്? അവള് സജീവന്റെ പെണ്ണ, ചൊക്കിളിയിലെ കുമാര വൈശ്യരുടെ മോള. ഏത് വൈശ്യര മോളായാലും ശരി, ഇവളെ ഇപ്പോഴേ നിലക്കിർത്താൻ പറഞ്ഞോങ്ങള്. ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മേന്റെ മോന്റെ തലയിൽ കയറി നിരങ്ങുവള്. വിളഞ്ഞ വിത്താ. അമ്മ, ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഡാ സജീവാ, നീ ഏടാടാ? ഇറങ്ങി വന്നാ? ഓനിടെ ഇല്ല. ഒരാഴ്ചയായി ഞാൻ ഓനെയും തപ്പി നടക്കുന്നു. ഓൻ എന്നെ കാണാണ്ട് ഒളിച്ച് നടക്കുക. ഒളിച്ചു നടക്കാൻ ഓനെന്താ കള്ളനാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓൻ കള്ളനാ. എൻ്റെ അടുത്ത് 25,000 റുപ്യ വാങ്ങിയിട്ട് 3 മാസമായി. ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. പലിശയെങ്കിലും തരണ്ടേ? അതുമില്ല. കേട്ടിനാ? ഒരു തരാനുള്ള പൈസ ഞാൻ തരാം. നിങ്ങളിപ്പോ പോ. ഒരാഴ്ച കൊണ്ട് എൻ്റെ മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റം കേട്ടാ. ആ